സ്റ്റാറിനെ ബേസ് ചെയ്ത് തന്നെയാണ് നമ്മളുടെ ഇൻഡസ്ട്രി നിൽക്കുന്നത്. മിക്ക ആണുങ്ങൾക്കും സ്ത്രീകളുടെ ഡെയിലി ലൈഫിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റി യാതൊരു ചിന്തയില്ല, അറിവുമില്ല. ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും ജനസംഖ്യയുള്ള ഈ നാട്ടിൽ എന്തുമാത്രം IVF ക്ലിനിക്കുകളാണ്. കാരണം അത് വലിയൊരു ഇൻഡസ്ട്രിയായി മാറിയിരിക്കുകയാണ്. നമ്മുടെ സിനിമ ഇൻഡസ്ട്രി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ മെഡിക്കൽ വലിയൊരു ലോബി ആയി മാറിയിരിക്കുകയാണ്. പോത്തൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോത്തനെ ഞാൻ ചോദിച്ച് മേടിച്ചിട്ടതാണ്. എൻ്റെ നിർബന്ധമാണ് നീ ഇവിടെ വരണം. കാരണം എനിക്ക് ദിലീഷിനോട് അത്ര ഒരു ഫ്രീഡം ഉണ്ട്. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. എൻ്റെ ഒരു ആവശ്യത്തിന് എനിക്ക് ഓടിച്ചെല്ലാൻ പറ്റിയ എൻ്റെ നല്ലൊരു സുഹൃത്താണ് ദിലീഷ്. അപ്പം ഞങ്ങൾ മാന്നാനം കെ കോളേജിൽ പഠിച്ചവരാണ്, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാണ്. ദിലീഷ് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ഫഹദിനെ വെച്ചിട്ട് കരാട്ടെ ചന്ദ്രൻ ചെയ്യാൻ പോകുന്ന റോയും ഞാൻ, ദിലീഷ്, ഞങ്ങളൊക്കെ ഒരേ ക്ലാസ്സിലായിരുന്നു, ഒന്നിച്ച് പഠിച്ച ആൾക്കാരാണ്. ബോഡി ഷേമിങ് ആക്ച്വലി ഞങ്ങളുടെ ചിന്തയിൽ ഇല്ലാത്തൊരു കാര്യമാണ്. ഞങ്ങളതിനകത്ത് ആ ഇവരുടെ ഫിസിക്കൽ അപ്പിയറൻസ് എന്നുള്ള രീതിയിൽ ചിന്ത വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ കൂട്ടുകാരും നമ്മുടെ വീട്ടുകാരും ഒക്കെ എങ്ങനെയാണ് ഇരിക്കുന്നത്, എല്ലാവരും സൽമാൻ ഖാനും പോലെ അല്ലല്ലോ ഇരിക്കുന്നത്. മനസ്സിലായത്? വളരെ ഇപ്പം ഞാനാണ്, എനിക്കാണ് കുറച്ച് കുടവയറുണ്ട്. ഇപ്പോൾ നമ്മുടെ അപ്പുറത്തിരിക്കുന്ന ചേട്ടനാണ് ചിലപ്പോൾ കുറച്ച് കഷണ്ടി കാണും, ഇച്ചിരി പല്ല് ഭംഗിയതായിരിക്കും, ഇച്ചിരി തടിച്ചിട്ടായിരിക്കും. ഇതാണല്ലോ നമ്മുടെ ഒരു നോർമൽ സൗഹൃദ വലയങ്ങൾ. സംവിധായകൻ സൂരജ് ടോമാണ് ദ ക്യൂ സ്റ്റുഡിയോയിൽ. നമസ്കാരം. നമസ്കാരം. അപ്പോൾ വിശേഷം ഒരാഴ്ചയായി റിലീസിന് ശേഷം. നമ്മൾ മലയാള സിനിമ ചർച്ച ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഈ റിവ്യൂവിലും എല്ലാ കൈൻഡ് ഓഫ് എഴുത്തുകളിലും ഒക്കെ ചർച്ച ചെയ്യുന്നതാണ് കണ്ടന്റ് ഈസ് ദ കിങ്. അതായത് ഏത് സ്റ്റാർ കാസ്റ്റ് ആയാലും അതൊന്നും ബാധകമല്ല, കണ്ടന്റ് മാത്രമാണ് ഇവിടെ ബാധകം. അങ്ങനെ ഒരുപാട് സക്സസ്ഫുൾ എക്സാമ്പിളും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ചർച്ച ചെയ്യപ്പെടാത്ത ചെറിയ സിനിമകൾ, വളരെ വലിയ ആശയം പുറത്തു വെച്ച് എന്നാൽ ആളുകളിലേക്ക് എത്താത്ത സിനിമകളും ഉണ്ടായിട്ടുണ്ട്. വിശേഷം ഭയങ്കര നല്ല റെസ്പോൺസ് വെച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഇതിനൊരു പ്രോപ്പർ ഡെഫിനിഷൻ ഉണ്ടല്ലോ, കണ്ടന്റ് ഈസ് ദ കിങ്. കണ്ടന്റ് മികച്ചതായ എല്ലാ സിനിമകളും തിയേറ്ററിൽ വിജയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ഒരു ചോദ്യചിഹ്നമുണ്ട്. വിശേഷം ഇറങ്ങി ഒരു ആഴ്ച പിന്നിട്ട് നിൽക്കുമ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു പെർസ്പെക്റ്റീവ്? വിശേഷത്തിൽ പറഞ്ഞ പോലെ കണ്ടന്റാണ് കിങ്, കണ്ടന്റാണ് ഹീറോ. നമുക്ക് 4 വശത്തു നിന്നും ഗംഭീര അഭിപ്രായമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം സിനിമ കാണുന്ന എല്ലാവർക്കും സിനിമ ഇഷ്ടമാകുന്നുണ്ട്. കാരണം അതിനൊരു മറുത്തൊരു അഭിപ്രായമില്ല. ഇപ്പോൾ ഒരാൾ വന്നിട്ട് സിനിമയ്ക്കെതിരെ ഒരു റിവ്യൂ ഇട്ടാൽ പോലും അതിൻ്റെ താഴത്തെ കമൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് തെറ്റാണ്, ഞങ്ങൾ കണ്ടതാണ്, ഞങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി, ഞങ്ങൾക്ക് ടച്ച് ചെയ്തു, ഞങ്ങൾക്ക് ഫീൽ ചെയ്തു എന്ന് പറയുന്ന ആൾക്കാരാണ് വിശേഷത്തെ എടുത്ത് ഇങ്ങനെ താങ്ങി നിർത്തിയിരിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ ഒരു മറുവശം എന്ന് പറയുന്നത്, നമുക്കിത് കേൾക്കാൻ ഭയങ്കര സുഖമുള്ള കാര്യമാണ്, കണ്ടന്റാണ്, അതെ, അടിപൊളിയാണ് സംഭവമാണ്. പക്ഷെ നമ്മൾ തിയേറ്ററിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ പറയുമ്പോഴത്തേക്കും, തിയേറ്ററിൽ ഈ സിനിമ ഇങ്ങനെ നിർത്തണം എന്ന് പറയുന്നത് അത് വേറൊരു ബുദ്ധിമുട്ട് പിടിച്ചൊരു ഏരിയയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം സ്വാഭാവികമായിട്ടും ഫാമിലി പടങ്ങളാണ്, മാസ് പടം പരിപാടിയല്ല, ഫാമിലി പടത്തിൻ്റെ കാറ്റഗറി പടമാണിത്. ഇത് ആൾക്കാരിലേക്ക് എത്തുക എന്ന് പറയുന്ന ഒരു ഡിലേ ഉണ്ട്. അത് എത്തണം, ആദ്യം എത്തിക്കഴിഞ്ഞിട്ട് ആണോ, ആഹാ കൊള്ളാമല്ലോ, അങ്ങനെ ഇത് എവിടെയാണ് ഉള്ളത്, ഈ സംസാരങ്ങളൊക്കെ നടന്ന് അറിഞ്ഞ് കേട്ട് 4 റിവ്യൂവും വായിച്ച് വരുമ്പോൾ ഒരു 3-4 ദിവസം അങ്ങോട്ട് പോകും. അപ്പോൾ ഇവർ തീരുമാനിക്കും നമുക്ക് അടുത്ത, സ്വാഭാവികമായിട്ട് അങ്ങനെയല്ലേ ഉള്ളൂ, പിന്നത്തെ വെള്ളി വൈകിട്ട് മുതൽ നമ്മൾ സിനിമ കാണാൻ പോവാം, വെള്ളിയാഴ്ച വൈകിട്ട് പോവാം, അല്ലെങ്കിൽ ശനിയാഴ്ച പോവാം, ഞായറാഴ്ച പോവാം. ഈ തീരുമാനം എടുക്കുന്ന കാലതാമസം അപകടം നിറഞ്ഞതാണ്. കാരണം നമ്മളെപ്പോലെയുള്ള ഫിലിം മേക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ ക്വിക്ക് റെസ്പോൺസ് വരണം. തിയേറ്ററിൽ എപ്പോഴും ക്വിക്ക്, ഞാൻ മനസ്സിലാക്കുന്ന ഒരു പോയിന്റ് അതാണ്. നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ നമുക്ക് വിപ്ലവം പറയാനൊക്കെ എളുപ്പമാണ്. പക്ഷേ ഇത് തിയേറ്ററിൻ്റെ ബിസിനസ്സിലേക്ക് വരുമ്പോഴത്തേക്കും ക്വിക്ക് റെസ്പോൺസ് എന്ന് പറയുന്ന സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇപ്പോൾ പ്രീ റിലീസും പോസ്റ്റ് റിലീസും നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷനും മാർക്കറ്റിങ്ങിലും ഒക്കെ ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ചസ് ആണല്ലോ ഇപ്പോൾ പറഞ്ഞു വന്നിരുന്നത്. ഇപ്പോൾ ഈ സ്റ്റാർ കാസ്റ്റ് റിഡൻ തന്നെയാണോ ഇപ്പോൾ തിയേറ്റർ ഇൻഡസ്ട്രിയും അത്തരം കാര്യങ്ങൾ? സ്റ്റാർ കാസ്റ്റ് ഇപ്പോൾ നിങ്ങൾ ഒരു സിനിമയായിട്ട് തിയേറ്ററിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അത് തന്നെയാണ് ഒരു ബേസ്, ഒരു ലെവലായിട്ട് നിൽക്കുന്നത്? എന്തായാലും തീർച്ചയായിട്ടും സ്റ്റാറിനെ ബേസ് ചെയ്ത് തന്നെയാണ് നമ്മളുടെ ഇൻഡസ്ട്രി നിൽക്കുന്നത്, മലയാള ഇൻഡസ്ട്രി. എനിക്ക് തോന്നുന്നു എല്ലാ ഇൻഡസ്ട്രിയും അങ്ങനെ തന്നെയാണ്, സ്റ്റാറിനെ ബേസ് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇതിനിടയിലൂടെ ചില
സിനിമകൾ വന്ന് അത് സംഭവമാവും. എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ ഇപ്പോൾ വിശേഷം മുന്നോട്ട് നിലനിൽക്കും ആൾക്കാരുടെ മനസ്സിൽ. അല്ലെങ്കിൽ ഇതിപ്പം അടുത്ത റൗണ്ട് തിയേറ്റർ OTT വരുമ്പോൾ, TV വരുമ്പോൾ ഒക്കെ ഗംഭീര സിനിമ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചർച്ചകൾ വരാം. പക്ഷെ ഫിലിം മേക്കേഴ്സിന് എപ്പോഴും വേണ്ടത് തിയേറ്ററിൽ നിന്നുള്ള ഒരു സംഭവം തന്നെയാണ്. അതിന് എപ്പോഴും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആൾക്കാരുടെ, ഞാൻ ഇതിനകത്ത് ഇതിൻ്റെ ഒരു കൃത്യമായ ഡെഫിനിഷൻ സത്യത എനിക്ക് പറയാൻ അറിയില്ല. ആരാണ് കുഴപ്പക്കാർ, എവിടെയാണ് പാളുന്നത്, ഇതെനിക്ക് നമുക്ക് പറയാൻ അറിയില്ല. കാരണം നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പടം ഇറക്കാനുള്ളൊരു സിനിമ ഉണ്ടാക്കി. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ സിനിമ ക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. നമ്മുടെ ഒരു സബ്ജക്റ്റ് നമ്മൾ ഉറച്ചു കഴിഞ്ഞാൽ നല്ലൊരു സാധനം ഫിക്സ് ചെയ്ത് അത് നമുക്ക് നല്ല സമാധാനപരമായിട്ട് ഷൂട്ട് ചെയ്യാം. അതിൽ നമ്മൾ മാത്രം ഇൻവോൾവ് ആയിട്ട്. ഇത് നമ്മളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു മൊമെന്റ് ഉള്ളു. നമ്മളൊരു പെണ്ണിനെ കെട്ടിച്ച് വിടുന്ന പോലത്തെയാണ്. നമ്മൾ പുറത്തേക്ക് അങ്ങ് വിട്ട് കഴിഞ്ഞാൽ ഇത് പബ്ലിക്കിന്റെ, നമുക്കതിനകത്ത് യാതൊരു റോളും ഇല്ല. ആൾക്കാർക്ക് അതിൽ എന്തും പറയാം, നല്ലത് പറയാം, ചീത്ത പറയാം. നല്ലതാണെങ്കിൽ അവർ നല്ലത് പറയും, ചീത്തയാണെങ്കിൽ അവരതിനെ കല്ലെറിഞ്ഞു കൊല്ലും. അപ്പോൾ ഈ നമ്മളെ സംബന്ധിച്ചോളം അത് നല്ലത് എന്ന് പറയുന്ന ഒരു ഒപ്പീനിയനിൽ നമ്മൾ എത്തി നിൽപ്പുണ്ട്. അപ്പോഴും വരുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് വരിക എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പ്രേക്ഷകർ, എനിക്കറിയില്ല എന്തുകൊണ്ടാണ്. കാരണം ഞാൻ അങ്ങനെ ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിൻ്റെ മുഖം കണ്ടാലേ കയറുള്ളൂ എന്നുള്ള ചിന്ത എനിക്കില്ല. എന്നെ സംബന്ധിച്ചോളം ഒരു സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ക്യാച്ചിങ് ആണെങ്കിൽ ഞാനതിൽ നോട്ടമിടും. പിന്നെ ഞാൻ നോക്കുന്ന അതിൻ്റെ ഒരു ടീസറോ ട്രെയിലറോ പാട്ടോ ഒക്കെ മതി. അതിനകത്ത് ഒരു ആർട്ടിസ്റ്റും ഇല്ലെങ്കിലും കൗതുകം ഉണർത്തുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആ സിനിമ പോയി കാണും. അതെൻ്റെ ആംഗിളാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു മജോറിറ്റിയും അതിനകത്ത് ഫെമിലിയർ ഫേസുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ വരൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. ഞങ്ങൾ ഈ സിനിമ ഇങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാനുള്ള കാരണം തന്നെ സിനിമയ്ക്കൊരു കൗതുകം വേണം. ഫസ്റ്റ് ലുക്കിൽ തന്നെ ഒരു കൗതുകം വേണം. സ്ഥിരം ഇപ്പം ഇതിനകത്തെ കഥാപാത്രങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഷിജു ഭക്തൻ എന്നാണ് നായകൻ്റെ പേര്, സജിത എന്നാണ് നായികയുടെ പേര്, ചിന്നുവിനെ ഓൾറെഡി എല്ലാവർക്കും അറിയാം. ചിന്നുവിനോട് എല്ലാവർക്കും നല്ല ഇഷ്ടമുണ്ട്. ആർക്കും ചിന്നുവിനോട് അങ്ങനെ വെറുപ്പോ ദേഷ്യമോ എന്നുള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. ആനന്ദ്, ഞാൻ ആനന്ദിനെ കാസ്റ്റ് ചെയ്യുന്നത് തന്നെ ആ സിനിമയ്ക്കൊരു ഫ്രഷ് ലുക്ക് വേണം എന്നുള്ളൊരു ചിന്തയിലാണ്. കാരണം ഒട്ടും പിടി കൊടുക്കരുത് ഇതിനകത്തെ കഥാപാത്രങ്ങൾ, ഇവരെങ്ങോട്ട് പോകുന്നു, ചെയ്തു വെച്ച കഥാപാത്രങ്ങളുടെ ഭാരം ചുമലിലേറുന്ന ഒരു നടൻ അവിടെ വേണ്ട എന്നുള്ള ഒരു ചിന്ത എന്നാണ് അങ്ങനത്തെ ഒരു കാസ്റ്റിങ്ങിലേക്ക് വന്നത്. ആ കാസ്റ്റിങ് ഞാൻ വെറുതെ അഭിനയിക്കാൻ ആഗ്രഹമുള്ള ഒരാളെ പിടിച്ചല്ല ചെയ്തത്. കറക്റ്റായിട്ട് പുള്ളി ഇതിൽ വർക്കാകും, സീനിൽ വർക്കാവുമെന്ന് ഇങ്ങനെയുള്ള ഇൻട്രാക്ഷനിൽ കൃത്യമായിട്ട് മനസ്സിലായിട്ടാണ് അതവിടെ കൊണ്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത് സിനിമയിൽ വർക്കായി. ഇത് കാണാൻ ആളവിടെ എത്തണം, കറക്റ്റായിട്ട് വരണം. അവിടെയാണ് ഇതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് കിടക്കുന്നത്. ഈ ആനന്ദിൻ്റെ കാര്യം പറയുമ്പോഴും ഇതിൻ്റെ പ്രൊട്ടാഗണിസ്റ്റ് ക്യാരക്ടറായിട്ടും റൈറ്ററായിട്ടും മ്യൂസിക് ഡയറക്ടറായിട്ടും ഒക്കെ ആ ടെക്നിക്കൽ വശങ്ങളും കൂടെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഏരിയയാണ്. നിങ്ങൾ തമ്മിലുള്ള ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും ഇനീഷ്യൽ ഡിസ്കഷൻ തന്നെ ഓക്കെ സൂരജ് ഡയറക്റ്റ് ചെയ്യാം, ആനന്ദ് ആസ് എ റൈറ്റർ നിൽക്കും, അങ്ങനത്തെ ഒരു ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തതാണോ? അതെ, അത്രേ ഉള്ളൂ. കാരണം ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന അടുത്ത പടത്തിന് ഉള്ള കഥയാണ്. ഇതാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ബേസിക് തുടക്കം. കാരണം ഞാൻ മെഴുതിരി അത്താഴങ്ങൾ എന്ന് പറഞ്ഞ എൻ്റെ സിനിമ കഴിഞ്ഞിട്ട് 2011 മെഴുതിരി അത്താഴം ഇറങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അടുത്തത് ആനന്ദിൻ്റെ കുറേ കഥകളുണ്ട്. ആനന്ദിൻ്റെ ഈ കഥകളുണ്ടെന്നുള്ള കാര്യം ആർക്കും അറിയില്ല. കാരണം ആനന്ദിനെ എല്ലാവരും മ്യൂസിക് ഡയറക്ടറായിട്ടും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന ആളായിട്ടും മാത്രമേ കണ്ടുള്ളൂ. കഥകൾ പറഞ്ഞു തുടങ്ങുന്ന ഞങ്ങൾ തമ്മിലാണ്. അപ്പോൾ എൻ്റെ അടുത്താണ് ആനന്ദ് ഏറ്റവും കൂടുതൽ കഥ പറഞ്ഞിരിക്കുന്നത്. അതിനകത്തുനിന്ന് ഞങ്ങൾ എടുത്തു വെച്ച സംഭവമാണ് വിശേഷം. അതായത് ഒരിക്കലും ഒരു ഫുൾ സ്ക്രിപ്റ്റ് കൊണ്ടുവന്നിട്ട് ഇത് വായിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയും എന്ന് പറയുന്ന രീതി ഇല്ല ഞങ്ങൾക്കിടയിൽ. ബേസിക് എലമെൻ്റാണ്. ഞങ്ങളൊരു ചായ കുടിച്ചുകൊണ്ട് സംസാരിക്കുന്ന ത്രെഡാണ്. അത് ഇങ്ങനെ സാധനം എങ്ങനെയുണ്ട്, അത് കൊള്ളാം, മറ്റേതിനകത്ത് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അങ്ങനെ കുഴപ്പമുണ്ടല്ലോ, ഓക്കെ എന്നാൽ വിടാം, നമുക്കിത് പിടിക്കാം. ഇങ്ങനെയാണ് സിനിമ അവിടെ ഫിക്സ് ആവുന്നത്. സ്ക്രിപ്റ്റ് ഇല്ല അപ്പോഴും. പിന്നെ ഇതിൻ്റെ ഓരോ സ്റ്റേജുകളിൽ സംസാരിച്ച് സിനിമ ഉറച്ചു കഴിഞ്ഞാൽ സംസാരിച്ചാണ് ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും ഫുൾ സ്ക്രിപ്റ്റ് മനസ്സിൽ നിന്ന് പുറത്തേക്ക് വരും. അത് ആനന്ദ് തന്നെ ഇങ്ങനെ അതിൽ തന്നെ വർക്ക് ചെയ്ത് ഞങ്ങളൊന്നിച്ച് യാത്ര ചെയ്യുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തെളിഞ്ഞ് എഴുത്തെന്ന് പറയുന്ന പരിപാടി ഏറ്റവും അവസാനം നടക്കുന്ന ഓൺ പേപ്പർ എഴുത്ത് ഒരു 1 വീക്കിൽ നടക്കുന്ന ഒരു പരിപാടിയാണത്. ഒരു 1 വീക്ക് മതി ആനന്ദിന് അത് എഴുതി തീർക്കാൻ. കാരണം മനസ്സിൽ ഫുൾ സാധനമുണ്ട്. അത് കൃത്യമായിട്ട് എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കും അറിയാം എന്താണെന്നുള്ളത്. അപ്പോൾ ഇനിഷ്യൽ സ്റ്റേജിൽ ആനന്ദ് അഭിനയിക്കുന്നു എന്നുള്ള ചിന്തയില്ല. മ്യൂസിക് സെക്ഷനും റൈറ്റിങ്ങും ആനന്ദ് എന്നുള്ള രീതിയിലേക്കുള്ള പരിപാടി തന്നെയാണ് പോയത്.
ആസ് യൂഷ്വൽ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഞങ്ങളും പല ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് നമ്മൾ പിച്ച് ചെയ്തു. നമ്മളങ്ങനെയാണല്ലോ, നമുക്കൊരു കഥ വരുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു സിറ്റുവേഷനിൽ നമുക്കറിയാവുന്ന 10-20ഓളം ആർട്ടിസ്റ്റുകളുടെ അടുത്തേക്ക് നമ്മൾ പോകും. ഈ യാത്ര ഞങ്ങൾക്ക് സത്യത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായി, നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്ന സാധനം വരില്ല പുറത്തേക്ക് ഇങ്ങനെ പോയാൽ. ഒരു നമുക്ക് ചില സംസാരങ്ങൾ തുടങ്ങുമ്പോൾ അറിയാമല്ലോ അത് മുന്നോട്ട് കൊണ്ടുപോകണ്ടെന്നുള്ള രീതിയിൽ. കാരണം നമ്മൾ ഇവിടുത്തെ ഒരു വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോയപ്പോഴത്തേക്കും ഈ സംഭവം എല്ലാവർക്കും ഇഷ്ടമാണ്, കഥ വർക്കാകും, എല്ലാവർക്കും ഇഷ്ടമാണ്, ബ്യൂട്ടിഫുൾ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് എന്ന് വെച്ചാൽ ക്ലൈമാക്സ് തന്നെ അദ്ദേഹം വലിയൊരു സജഷൻ പറഞ്ഞു. ഞങ്ങൾക്ക് തൊട്ട് അക്സെപ്റ്റബിൾ അല്ലാത്തൊരു സജഷൻ. കാരണം നമുക്ക് 2 പട്ടിക്കുഞ്ഞുങ്ങളെ ദത്തെടുക്കുന്ന ഒരു പരിപാടി ഫിക്സ് ചെയ്യാം. അപ്പോൾ സിനിമയുടെ ടോട്ടൽ സ്വഭാവം മാറി, വേറെ സിനിമയെ മാറി. ഞങ്ങളെ ചർച്ച പിന്നെ മുന്നോട്ട് കൊണ്ടുപോയില്ല, വിട്ടു. വേറൊരു ചർച്ചയിൽ വന്നപ്പോഴത്തേക്കും സംഭവമൊക്കെ ഇഷ്ടമായി. ഓക്കെ ഓക്കെ ഓക്കെ, ഇന്നയാളെ ക്യാമറ വെച്ചു, ഇന്നയാളെ എഡിറ്റർ അയക്കൂ, ഇന്നയാളെ അവിടെ വെച്ചു, ഇവിടെ വെച്ചു, ഇവിടെ വെച്ച് വെച്ചു. അപ്പോൾ ഞങ്ങളല്ല, ഇതൊക്കെ നമ്മുടെ സെറ്റപ്പിലുണ്ട്, ഇതൊക്കെ നമ്മളിങ്ങനെയാണ് പ്ലാൻ. വിടുമോ, അത് റിസ്ക് അല്ലേ ഇടുമോ, നമുക്കത് മറ്റവരാണെങ്കിൽ താൻ സേഫാണ്. അപ്പം ഞാൻ പറഞ്ഞു, മറ്റവരെ കൊണ്ട് പണിയെടുപ്പിക്കാനല്ലോ ഞാൻ നിൽക്കുന്നത്. കാരണം നമ്മൾ സിനിമ ചെയ്യുമ്പോൾ നമ്മളുടെ സിനിമയായിട്ട് വരാൻ വേണ്ടിയാണ്. ഇതിപ്പോൾ ഇന്നയാളെ അവിടെ വയ്ക്കൂ, ഇന്നയാളെ ഇവിടെ വയ്ക്കൂ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി ഇദ്ദേഹത്തിന് എന്നെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണല്ലോ. അപ്പോൾ അല്ല, അതങ്ങനെയല്ല എന്നൊക്കെ പറയുന്നത്, അതും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയില്ല. ഇങ്ങനത്തെ ഓരോരോ നമുക്ക് മനസ്സിലായി. കാരണം നമ്മുടെ മനസ്സിലൊരു സിനിമയുണ്ടല്ലോ, ഈ സിനിമയെ നമ്മൾ കാണുന്ന ഒരു കാഴ്ചപ്പാടിൽ പൂർണ്ണ രൂപത്തിൽ പുറത്തേക്ക് വരണമെങ്കിൽ ആ സിനിമ നമ്മുടെ ഉള്ളംകൈക്കകത്ത് തന്നെ ഇരിക്കണം. നമ്മൾ ആസ് എ ഡയറക്ടർ ഞാൻ ഫിക്സ് ചെയ്യുന്ന എൻ്റെ ടെക്നീഷ്യൻസ് വേണം അതിൻ്റെ ഓരോ അറ്റത്തും പിടിക്കാനായിട്ട്. കാരണം ഇല്ലെങ്കിൽ ഇത് ഇപ്പുറത്ത് വേറെ കോക്കസായി മാറും. കാരണം അവസാനം ഡയറക്ടർ ഒരു ഗായികം ഒരു സൈഡിലേക്കാവും. അതൊരു ഹെൽത്തി മൂവ്മെൻ്റ് അല്ല എന്ന് എനിക്ക് തോന്നി. ഇപ്പം നമ്മൾ വിശേഷം പോസ്റ്റ് റിലീസ് എന്നുള്ള രീതിയിൽ സിനിമ കണ്ടതിന് ശേഷമുള്ള രീതിയിൽ സംസാരിക്കുന്നത്. അപ്പോൾ വിശേഷത്തിൽ PCODയും ഇൻഫെർട്ടിലിറ്റിയും അതുപോലെ ബോഡി ഷെയ്മിങ്ങും ഒക്കെ അത്തരം രാഷ്ട്രീയവും കൂടെ അഡ്രസ്സ് ചെയ്ത് പോകുന്ന ഒരു പ്ലോട്ടാണ്. ഇപ്പോൾ ആനന്ദമായിട്ടുള്ള ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതിൽ വളരെ സ്വാഭാവികമായിട്ട് കയറി വരുന്ന ഓരോരോ എലമെൻറ്റ്സ് ആണോ, അതോ ഇത്തരം എലമെൻറ്റ്സിനെ കോർത്തിണക്കുന്ന രീതിയിലുള്ള പ്ലോട്ടാണോ? അതിൻ്റെ ഒരു ഡെറിവേഷൻ എങ്ങനെയായിരിക്കും നിങ്ങൾ ഡെവലപ്പിംഗ് സ്റ്റേജിൽ വരുന്നത്? ഡെവലപ്പിംഗ് സ്റ്റേജിൽ നമ്മൾ ബോധപൂർവം ഇന്ന കാര്യങ്ങൾ നമുക്ക് പറയാമെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. ഈ PCOD പോലുള്ള കാര്യം നമുക്ക് ഒരുപാട് 2 കാര്യത്തിൽ ഞങ്ങൾക്ക് ധാരണയുണ്ടായിരുന്നു. മിക്ക ആണുങ്ങൾക്കും സ്ത്രീകളുടെ ഡെയിലി ലൈഫിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റി യാതൊരു ചിന്തയില്ല, അറിവുമില്ല. അവർക്കൊരു മൂഡ് സ്വിങ് അല്ല, അവർ തലവേദന എന്ന് പറഞ്ഞ് കിടന്നാൽ നമ്മൾ ചിലപ്പോൾ ദേഷ്യപ്പെടും. പക്ഷെ ആ തലവേദന എന്താണ്, അതിൻ്റെ റീസൺ എന്താണ്, അത് നമ്മൾ മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി നമ്മൾ പിടിക്കുന്നില്ല പലപ്പോഴും. നമുക്ക് അറിയില്ല. നമ്മളെപ്പോലെ തന്നെ ഇങ്ങനെ 100 ഭയങ്കര ആരോഗ്യത്തോടെ അവർ നിൽക്കണം എന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക് പലപ്പോഴും വരിക. അതേപോലെ തന്നെ അതൊരു പോയിന്റ്. ഈ അറിവില്ലായ്മ നമുക്കൊന്ന് അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ആക്ച്വലി അത് നമ്മുടെ സിനിമയിൽ പറയാത്തൊരു പോയിന്റാണ്. നമ്മൾ അങ്ങനത്തെ ഒരു ഡീറ്റെയിലിംഗിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല. ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും ജനസംഖ്യയുള്ള ഈ നാട്ടിൽ എന്തുമാത്രം IVF ക്ലിനിക്കുകളാണ്. കാരണം അത് വലിയൊരു ഇൻഡസ്ട്രിയായി മാറിയിരിക്കുകയാണ്. നമ്മൾ സിനിമ ഇൻഡസ്ട്രി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ മെഡിക്കൽ വലിയൊരു ലോബി ആയി മാറിയിരിക്കുകയാണ്. കൂണ് പോലെ ഓരോ സിറ്റിയിലും IVF സെൻ്ററുകൾ മുളച്ച് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും നമുക്കൊന്ന് പറയേണ്ട വിഷയം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമാണ്, പറയേണ്ട വിഷയമായിട്ട് തോന്നി. ബോഡി ഷേമിങ് ആക്ച്വലി ഞങ്ങളുടെ ചിന്തയിൽ ഇല്ലാത്തൊരു കാര്യമാണ്. ഞങ്ങളതിനകത്ത് ആ ഇവരുടെ ഫിസിക്കൽ അപ്പിയറൻസ് എന്നുള്ള രീതിയിൽ ചിന്ത വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ കൂട്ടുകാരും നമ്മുടെ വീട്ടുകാരും ഒക്കെ എങ്ങനെയാണ് ഇരിക്കുന്നത്, എല്ലാവരും സൽമാൻ ഖാനും പോലെ അല്ലല്ലോ ഇരിക്കുന്നത്. മനസ്സിലായത്? വളരെ ഈവൻ ഇപ്പോൾ ഞാനാണ്, എനിക്കാണ് കുറച്ച് കുടവയറുണ്ട്. ഇപ്പോൾ നമ്മുടെ അപ്പുറത്തിരിക്കുന്ന ചേട്ടനാണ് ചിലപ്പോൾ കുറച്ച് കഷണ്ടി കാണും, ഇച്ചിരി പല്ല് ഭംഗിയതായിരിക്കും, ഇച്ചിരി തടിച്ചിട്ടായിരിക്കും. ഇതാണല്ലോ നമ്മുടെ ഒരു നോർമൽ സൗഹൃദ വലയങ്ങൾ. അപ്പോൾ നമ്മളൊരു സാധാരണക്കാരൻ്റെ കഥ പറയുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ എടുത്ത് മുന്നോട്ട് വയ്ക്കാം. ഇതൊക്കെ ഞങ്ങൾ ചിന്തിച്ചിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് ഓരോ സ്റ്റേജിലോട്ട് പോകുമ്പോൾ അതിൻ്റെ കണ്ടന്റ് വളരെ സ്ട്രോങ് ആയി വന്നു എന്നുള്ളതാണ് അതിനകത്ത് വന്നൊരു രാഷ്ട്രീയം. ഇത്തരം കാര്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ സിനിമയിൽ തന്നെ ഇപ്പോൾ ഒരു ഫെർട്ടിലിറ്റി ക്ലിനിക്കിലേക്ക് ഇവർ ചെല്ലുന്നൊരു രംഗത്തിൽ ഭയങ്കര അപരിചിതരായ 2 പേര് കയറുന്ന പോലെയാണ്. അതായത്
ഞാൻ ആ സിനിമ കാണുമ്പോൾ എനിക്ക് പരിചിതമല്ലാത്ത, എനിക്ക് പുതിയ കാഴ്ചയാണ്. ഇവിടെ ഉള്ളിൽ നടക്കുന്ന എന്താണെന്ന് എനിക്ക് അറിയില്ല. ക്യാരക്ടേഴ്സും അങ്ങനെ തന്നെയാണ്, കഥാപാത്രങ്ങളും അങ്ങനെ തന്നെയായിട്ട്. അപ്പം ഇത് വളരെ ഒരു ഭയങ്കര ലോജിക്കലായിട്ടും കൂടെ ട്രീറ്റ് ചെയ്യണമല്ലോ. കാരണം ഇത് പറഞ്ഞു വെക്കുന്ന ഒരു പ്രോപ്പർ ഒരു ഡാറ്റയോ അല്ലെങ്കിൽ റിസർച്ച് ഇല്ലാതെ അറ്റംപ്റ്റ് ചെയ്താൽ ഭയങ്കര റോങ് ആയിട്ടും കൂടെ വരാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അതിൻ്റെ പ്രോസസ് എങ്ങനെയായിരുന്നു? അത് ഞങ്ങൾ ഒരുപാട് റിസർച്ച് ചെയ്തിരുന്നു. കാരണം ഈവൻ പല ഇതുപോലുള്ള ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിൽ കൂടെ പോയിട്ടുള്ള പലരുമായിട്ട് സംസാരിച്ചിരുന്നു. ആക്ച്വലി ഇതൊരു എന്താ പറയുക, ഒരു റിയൽ ലൈഫ് സ്റ്റോറി, ഒരു പർട്ടിക്കുലർ ഒരാളുടെ റിയൽ ലൈഫ് അല്ലെങ്കിൽ പോലും ഒരുപാട് പേരുടെ ലൈഫ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കൊരു കുഴപ്പമുണ്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് മുന്നേ നാട്ടുകാരെല്ലാം കൂടെ പറഞ്ഞു വെച്ചു. നിങ്ങൾക്കൊരു കുഴപ്പമുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങളൊന്നും അങ്ങോട്ട് പോകും. നമ്മളപ്പോഴും ചിന്തിച്ചിട്ടില്ല നമുക്ക് കുഴപ്പമുണ്ടെന്ന്, നമ്മൾ പ്രശ്നത്തിലാണ് നിൽക്കുന്നതെന്നുള്ള ചിന്ത നമുക്ക് വന്നിട്ടില്ല. ഇത് ചുറ്റുമുള്ള നാട്ടുകാരാണ് നമ്മളെ ഉന്തിത്തള്ളി അതിന് പരിഹാരം കാണാൻ വേണ്ടി വിടുന്നത്. അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ സങ്കേതങ്ങൾ തേടി അവിടെ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ചിന്ത മുഴുവൻ ഒരു പേടിയുണ്ടാവും. എന്താണ് ഇനി ഇവിടുന്ന് സംഭവിക്കാൻ പോകുന്നത്, ഇതിനെന്താണ്, ഇതിന് കുഴപ്പം. അത് ആനന്ദിൻ്റെ ഒരു കഥ, ആനന്ദിൻ്റെ ക്യാരക്ടർ അത് പറയുന്നുണ്ട്, നമുക്കിത് വേണോ, തിരിച്ചു പോയാലോ. അപ്പോൾ അവൾ ചോദിക്കും എന്താണ് കുഴപ്പമുണ്ടോയെന്ന് അറിയാനല്ലേ നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവൻ്റെ ചിന്തയാണത്. കാരണം ടെസ്റ്റൊക്കെ ചെയ്തിട്ട് എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ നീ എന്നെ ഇട്ടേച്ച് പോവോ, ഇൻസെക്യൂരിറ്റി ഈ ഭയങ്കര ഇൻസെക്യൂർ ആയിട്ടായിരിക്കുമല്ലോ നമ്മൾ. ആ ഇൻസെക്യൂരിറ്റിയിലാണ് ഇവരവിടെ റിസപ്ഷനിലേക്ക് കയറി ചെല്ലുന്നതും. അവിടെ മുതൽ ഇവർക്ക് മുന്നിൽ തുറക്കുന്ന ഓരോ കാര്യങ്ങളും പുതിയതാണ്. അവിടെ കാണുന്ന ഡോക്ടർ, അതിനകത്തൊരു കച്ചവടമുണ്ട്. ഡോക്ടറെ ചിരിയിലത് ഒളിപ്പിച്ചിട്ടുണ്ട്. മലബാർ വിജയിച്ച് നല്ല ഗംഭീരമായിട്ട ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആ ഹോസ്പിറ്റലിലെ ബില്ല്, നമ്മളൊരു OP കൺസൾട്ടേഷൻ കഴിയുമ്പോൾ നമ്മൾ കരുതുന്ന ഒരു നോർമൽ ബില്ല് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു 10,000 രൂപ 1,500 രൂപ ചിന്തിക്കുമ്പോൾ ഒരു വലിയ എമൗണ്ട് 25,000 രൂപ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ കാണില്ല. ശരാശരി മലയാളിയുടെ കയ്യിൽ അതിൻ്റെ അവസ്ഥകൾ ഇതൊക്കെ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുമല്ലോ. നമ്മൾ എന്ത് കാര്യത്തിനും പോകുമ്പോഴും സെക്കൻഡ് ഒപ്പീനിയൻ, തേർഡ് ഒപ്പീനിയൻ ഒക്കെ എടുക്കുന്ന സ്വഭാവം നമുക്കുണ്ടല്ലോ. നമ്മളടുത്ത ഹോസ്പിറ്റലിൽ പോകും. അവിടെ ചെല്ലുമ്പോൾ ഇവിടെ പറഞ്ഞ ഈ കോസ്റ്റിലുള്ള ട്രീറ്റ്മെൻറ്റിന് അപ്പുറത്ത് ചിലപ്പോൾ 8,000 രൂപയെ കാണുള്ളൂ, അപ്പുറത്ത് 3,000 രൂപ 5,000 രൂപയെ കാണുള്ളൂ. ഇത് നമ്മളായിട്ട് വട്ടാക്കി കളയും, നമ്മളെ കൺഫ്യൂഷനാക്കി കളയും. അതിനിടയിൽ കൂടെ ഇതിൻ്റെ സൈഡ് എഫക്ട്സുകൾ, റിയാക്ഷൻ, അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ ശ്രമിച്ചു ഇതിൽ. അത് ഇപ്പം ഇതിൻ്റെ ഒരു കഥയുടെ പോക്കിൽ മുഴുവനായിട്ടൊരു നർമ്മത്തിൽ പൊതിഞ്ഞൊരു ട്രീറ്റ്മെൻ്റ് ആണല്ലോ. അതായത് വളരെ സീരിയസ് ആയിട്ട് വളരെ ഇമോഷണൽ സീന് കഴിഞ്ഞിട്ട് പോലും അതിൻ്റെ ഇടയിൽ ചെറിയൊരു തമാശയും അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻ്റ് ആണല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വളരെ ഡയറക്റ്റ് ആയിട്ട് ഇത് പറയാം. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ വളരെ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെയാണെന്ന് പറയാം. അതല്ലാതെ ഭയങ്കര സബ് ലെയറായിട്ട് ഭയങ്കര അണ്ടർ ലെയറായിട്ട് അറിഞ്ഞാൽ മതി എന്ന് നോക്കിയിട്ട് പറയാം. അല്ലെങ്കിൽ ഈ രീതിയിൽ ട്രീറ്റ് ചെയ്യാം. അതായത് ഭയങ്കര ഫണ്ണായിട്ടുള്ളൊരു പോകുന്ന കഥയിൽ അറിയാതെ വരുന്ന രീതിയിൽ. അങ്ങനത്തെ ആ ആംഗിൾ എന്തായിരുന്നു നിങ്ങൾ തമ്മിലുള്ള? ഞങ്ങൾ തീരുമാനിച്ച കാര്യം തന്നെ ഇതൊരു ഫൺ മൂഡിലുള്ള പടം. ഞങ്ങൾ ആദ്യം തന്നെ തീരുമാനിച്ചത്. കാരണം ഈ സിനിമ 2 രീതിയിൽ അപ്രോച്ച് ചെയ്യാം. ഭയങ്കര സീരിയസ് ആയിട്ട് നമുക്ക് ഈ സബ്ജക്റ്റ് ഭയങ്കര സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്താൽ നമുക്കത് ഒട്ടും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല, ആളുകളിലേക്ക് എത്തില്ല. അപ്പം നമുക്ക് ഒന്നാമത്തെ കാര്യം, ഇയാൾ പുതിയ നടനാണ്, ഇയാളെ ഇഷ്ടപ്പെട്ട് വരണം. അതൊരു ടാസ്ക്കാണ്, നമ്മൾ കടന്ന് പോകേണ്ട ഒരു ഘടകമാണ്. അപ്പം ആദ്യം മുതലേ അയാൾ ഭയങ്കര കടുംപിടുത്തത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടില്ല. നമ്മളൊരിക്കലും സെൻറ്റിമെൻറ്റ്സ് കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ഇപ്പുറത്തൊരു ഹ്യൂമർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പുറത്തൊരു നല്ല ഇമോഷൻ വന്നാൽ ഇതിൻ്റെ ഒരു ബാലൻസിങ് ഉണ്ടാകും കറക്റ്റായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പരിപാടി പിടിച്ചത്. ഹ്യൂമറിലൂടെ പറയുമ്പോൾ നമ്മൾ ആക്ച്വലി ഇതിനകത്ത് ഹ്യൂമറിന് വേണ്ടി ഒന്നും പ്രത്യേകിച്ച് ചെയ്തിട്ടൊന്നുമില്ല. ഇയാളെ സംബന്ധിച്ചിടത്തോളവും ഈ ലേഡിയെ സംബന്ധിച്ചിടത്തോളവും അത് അവരുടെ നിസ്സഹായതയാണ് കടന്നു പോകുന്ന ഓരോ സിറ്റുവേഷനും. അവർക്കൊരു ടെസ്റ്റ് പറയുമ്പോൾ, അവർ പ്രതീക്ഷിക്കാത്ത ഒരു ടെസ്റ്റ് അവരോട് പറയുമ്പോൾ എന്നുള്ള അവസ്ഥയാണത്. ഇത് കാണുന്നവർക്കാണത് ഹ്യൂമർ. ഇതാണ് നമ്മൾ ടോട്ടലി പിടിച്ചിരിക്കുന്ന പരിപാടി. അല്ലാതെ ടെസ്റ്റ്, അപ്പോൾ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ അവർ ടോം ആൻഡ് ജെറി ടൈപ്പ് ഓട്ടോ കാര്യങ്ങളൊന്നുമില്ല. അവരുടെ നിസ്സഹായതയിലുള്ള ഒരു നോട്ടവും പരിപാടികളിലും ഇപ്പുറത്തുനിന്ന് വരുന്ന ഹ്യൂമറാണ് നമ്മൾ പിടിച്ചിരിക്കുന്ന പരിപാടി. ഈ ആനന്ദിൻ്റെയും ചിന്നു ചന്ദ്രൻ്റെയും രണ്ടുപേരുടെയും റോളിനെ പറ്റി പറഞ്ഞു, അവരുടെ കാസ്റ്റിങ്ങിനെ പറ്റി പറഞ്ഞു. മറ്റു 2 ആൾക്കാർ, അതായത് 2 സംവിധായകരും കൂടെ ഉണ്ടല്ലോ സിനിമയിൽ, അൽത്താഫും
അൽത്താഫ് സലീമും ദിലീഷ് പോത്തനും രണ്ടുപേരും, ജോണി ആന്റണി, ജോണി ആന്റണി, 3 സംവിധായകരുണ്ട്. അവരിലേക്ക് എങ്ങനെ ഇപ്പൊ അൽത്താഫ് ഒക്കെ പറയുമ്പോൾ ഈ നമ്മൾ പാച്ചുവിലൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര ഷെല്ല് ബ്രേക്ക് ചെയ്തിട്ട് അങ്ങനെ ഒരു ഏകദേശം ആ ഹ്യൂമർ സൈഡ് മൊത്തം കവർ ചെയ്യുന്ന രീതിയിലായിരുന്നല്ലോ അൽത്താഫ്. മന്ദാകിനി വന്നത് അൽത്താഫിന്റെ, പിന്നെ അങ്ങനെ ഒരു ഭയങ്കര ഹ്യൂമർ സൈഡും കൂടെയല്ലേ അൽത്താഫിനെ കാസ്റ്റ് ചെയ്യുന്നതിന്റെ അതിന്റെ പിന്നെന്തായിരുന്നു? അൽത്താഫിനെ കാസ്റ്റ് ചെയ്യുന്നതിന്റെ പിന്നിൽ അങ്ങനെ ഭയങ്കര രഹസ്യമൊന്നുമില്ല. അൽത്താഫ് നമ്മൾ എഴുതി വന്നപ്പോഴത്തേക്കും അതിന് അൽത്താഫ് വന്നാൽ നന്നായിരിക്കുമെന്ന് തോന്നിയ ഒരു പരിപാടിയാണ്. അതേപോലെ തന്നെ അൽത്താഫിൻ്റെ ഏരിയ അൽത്താഫ് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ജോണി ചേട്ടനും. ഈ 2 കഥാപാത്രങ്ങൾ നമുക്ക് എഴുത്തിൻ്റെ പാർട്ടായിട്ട് തന്നെ ഇവരെ വെക്കാമെന്ന് പറഞ്ഞ് വന്നൊരു സംഭവമാണ്. കാരണം ആ 2 കഥാപാത്രങ്ങളിലും അവരവരുടെ മാക്സിമം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പോത്തൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോത്തനെ ഞാൻ ചോദിച്ച് മേടിച്ചിട്ടതാണ്. എൻ്റെ നിർബന്ധമാണ് നീ ഇവിടെ വരണം. കാരണം എനിക്ക് ദിലീഷിനോട് അത്ര ഒരു ഫ്രീഡം ഉണ്ട്. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. എൻ്റെ ഒരു ആവശ്യത്തിന് എനിക്ക് ഓടിച്ചെല്ലാൻ പറ്റിയ എൻ്റെ നല്ലൊരു സുഹൃത്താണ് ദിലീഷ്. അപ്പം ആ ഫ്രീഡം എടുത്തുകൊണ്ട് ദിലീഷിനെ ദിലീഷ് നിൽക്കുന്ന പൊസിഷനിൽ നിന്നുകൊണ്ട് ദിലീഷിനെ ക്യാരക്ടർ ചെയ്യേണ്ട ഒരു കാര്യമില്ല. എനിക്ക് തോന്നുന്നു മറ്റൊരാളൊന്ന് അപ്രോച്ച് ചെയ്ത് ചിലപ്പോൾ ദിലീഷ് ചെയ്യില്ലത്. ദിലീഷിൻ്റെ നല്ല തിരക്കുകൾക്കിടയിൽ ഞാൻ പറഞ്ഞ് അറിയാം, ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്, ഇതാണ് സാധനം, ഇത് നീ ചെയ്താലും നന്നാവും, നിനക്ക് ഈ സീൻ കൊണ്ട് യാതൊരു ഗുണവും കിട്ടാൻ പോകുന്നില്ല, പക്ഷേ നീ ഈ സീൻ ചെയ്താൽ എനിക്ക് ഗുണമുണ്ട്, സിനിമയ്ക്ക് ഗുണമുണ്ട്, സിനിമയുടെ വലിയൊരു മൊമെൻ്റാണത്, അതിൽ കൂടെ നിൽക്കണം, സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സീൻ ഏതാണ്, ഒരു കുഴപ്പമില്ല, നീ പിടിച്ചോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കൂടെ വന്ന നമ്മുടെ ഒരു ചങ്കാണ് പോത്തൻ. കാരണം അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ദിലീഷ് ചേട്ടൻ്റെ ആണെങ്കിലും ഇപ്പോൾ പറഞ്ഞ പോലെ ആ സീനിൽ ഭയങ്കര കുറച്ച് ഓവർ ദ ടോപ്പ് ആണല്ലോ ഭയങ്കര. അതായത് ദിലീഷ് ചേട്ടൻ പൊതുവെ അറ്റംപ്റ്റ് ചെയ്യുന്നത് അത്തരം ക്യാരക്ടർ ചെയ്യാൻ മടിയുള്ളൊരു കക്ഷി എന്നുള്ള, അതായത് ഭയങ്കര ഒരു റിയലിസത്തിന്റെ അപ്പുറത്തേക്ക് പോയാൽ പെർഫോമൻസിന് കുറച്ച് മടി കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. ഭയങ്കര ഓവർ ദ ടോപ്പ് ആയ ഒരു സീനിലേക്ക് അറ്റംപ്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ കംഫർട്ട് സോണും കൂടെ ആയതുകൊണ്ടാണ് ആ രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യുന്നത്. ദിലീഷ് ചേട്ടൻ നമ്മുടെ ഇപ്പോൾ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ തന്നെ മനീഷ് ചേട്ടൻ്റെ കൂടെ ഇന്റർവ്യൂ തന്നെ പറഞ്ഞിട്ട്, പണ്ട് ഈ ഷോർട്ട് ഫിലിം ടെലിഫിലിം എടുത്ത സമയത്ത്, തുടക്കകാലം ടെലിഫിലിം എടുത്ത് നിങ്ങളുടെ ഗ്യാങ് ടെലിഫിലിം എടുത്ത കാലത്ത് അതിന് കുറേ കഴിഞ്ഞിട്ട് ഇതിലേതോ ഒരു ലോക്കൽ ചാനൽ ഈ ടെലിഫിലിം സംപ്രേഷണം ചെയ്തു. അപ്പോൾ ഒരാളെ വിളിച്ചിട്ട് നിന്നെ കണ്ട പോലെ ഉണ്ടല്ലോ ചോദിക്കുമ്പോൾ അത് മൈൻഡ് ചെയ്യേണ്ട വിട്ടുകളാന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ഈ കണക്ട് തുടങ്ങുന്നത് ശരിക്കും എപ്പോൾ തൊട്ടായിരിക്കും? ഞങ്ങളൊക്കെ കോട്ടയംകാരാണ്. അപ്പോൾ ഞാൻ അതിരമ്പുഴയാണ്. അതിരമ്പുഴ MG യൂണിവേഴ്സിറ്റിക്ക് അടുത്താണ് എൻ്റെ വീട്. ഇപ്പം ഞാൻ എറണാകുളത്ത് താമസിക്കുന്നു. ദിലീഷ് കുറുപ്പന്തറ. അപ്പം ഞങ്ങൾ മാന്നാനം കെ കോളേജിൽ പഠിച്ചവരാണ്. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാണ്. ദിലീഷ് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ഫഹദിനെ വെച്ചിട്ട് കരാട്ടെ ചന്ദ്രൻ ചെയ്യാൻ പോകുന്ന റോയിയും ഞാൻ, ദിലീഷ്, ഞങ്ങളൊക്കെ ഒരേ ക്ലാസ്സിലായിരുന്നു, ഒന്നിച്ച് പഠിച്ച ആൾക്കാരാണ്. അവിടെ നിന്ന് ഒരിക്കൽ പിന്നെ പഠനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പല വഴിക്ക് തിരിഞ്ഞു. ഞാനും റോയും മാത്രം നാട്ടിലുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ സിനിമാ സ്വപ്നങ്ങളും പരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്ന കാലത്ത് ഞങ്ങളൊന്നിച്ച് സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ട് പോലെ സൂരജ് റോയ് കൂട്ടുകെട്ട് തുടങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊന്നിച്ച് അങ്ങനെ തുടങ്ങി. ഞങ്ങൾ കോട്ടയത്തൊരു ഓഫീസൊക്കെ എടുത്ത് സൂരജ് റോയ് പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ചെറിയ ഷോർട്ട് ഫിലിമുകളും പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം, ആൽബങ്ങൾ. അപ്പോൾ ഒരിക്കൽ ഒരു ആൽബം നമ്മളുടെ റിലീസൊക്കെ ആയി കഴിഞ്ഞിട്ട്, അന്നൊക്കെ ഈ ചാനലുകളുടെയൊക്കെ തുടക്കകാലമാണല്ലോ, അപ്പോഴത്തേക്കും മ്യൂസിക് വീഡിയോസിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ്, ഷോർട്ട് ഫിലിമുകൾ. അപ്പോൾ അങ്ങനത്തെ നമ്മളൊരു വർക്ക് കഴിഞ്ഞിട്ട് ഞങ്ങളൊരിക്കൽ കോട്ടയത്ത് അനുപമ തിയേറ്ററിൽ തസ്കര വീരൻ കാണാൻ വേണ്ടി, പ്രമോദ് പപ്പൻ്റെ പടം കാണാൻ വേണ്ടി കയറുകയാണ്. അപ്പോൾ അനുപമയിൽ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുന്നു. സെക്കൻഡ് ഷോയുടെ അപ്പം ഈ ഇറങ്ങുന്നതും പോകുന്നതും കയറി പോകുന്ന ഒരേ എൻട്രൻസ് വഴി കൂടെയായിരുന്നു അന്ന്. അപ്പോൾ ഈ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുന്നതിൻ്റെ തിക്കിലും തിരക്കിലും ദിലീഷ് ഇപ്പുറത്തേക്ക് സെക്കൻഡ് ഷോയ്ക്ക് കയറുന്ന ആൾക്കാർ. അപ്പോൾ ഇതിനിടെ എൻ്റെ കയ്യിൽ, അന്ന് ഞാൻ ഇവിടെയാണ് ഈ കയ്യിലാണ് വാച്ച് കിട്ടുന്നത്, വലിയ ഡയലുള്ളൊരു വാച്ച് കിടപ്പുണ്ടായിരുന്നു. എനിക്ക് ആരോ ഗിഫ്റ്റ് തന്ന, ഇതിൽ എന്തോ ഒരു സാധനം ഉടക്കിയിട്ട് ഇങ്ങനെ വലിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ വലിച്ചെടുത്തു. ഒരു തുണി കഷ്ണം അതിൻ്റെ കൂടെ ഇങ്ങനെ വന്നു. നോക്കിയപ്പോൾ അതിൽ ഇച്ചിരി ബ്ലഡൊക്കെ ആയിട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ദിലീഷിൻ്റെ കയ്യിൽ ഒരു മുറിവുണ്ടായിട്ട് ആ മുറിവ് കെട്ടിവെച്ച തുണിയാണ് ഈ വാച്ചിൻ്റെ ഡയലെ തട്ടിക്കോട്ട് പോകുന്നത്. അപ്പോൾ അവൻ ആ ശലിപ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ, അളിയ നീ എന്താ ഇവിടെ? അപ്പോൾ ദിലീഷിന് അങ്ങോട്ട് പോകണം, ഞങ്ങൾക്ക് ഇങ്ങോട്ട് പോകണം. ഈ തിക്കുന്ന തിരക്കിനിടയിൽ പെട്ടെന്ന് നമ്പർ മേടിച്ച്, ദിലീഷ് മൈസൂരാണ്. അങ്ങനെ പിറ്റേന്ന് മുതൽ ഇപ്പം പിറ്റേന്ന് മുതൽ
ദിലീഷ് നമ്മുടെ കൂടെ ഉണ്ട്, ഓഫീസിലുണ്ട് എല്ലാ ദിവസവും വരും. പിന്നെ അവിടെ നിന്ന് കുറേ കാലം ഞങ്ങൾ അങ്ങനെ ഒന്നിച്ച് പോയി ശാലോം ടി വിയുടെ സീരിയലുകൾ, മറ്റത് മറിച്ചത്, മ്യൂസിക് വീഡിയോസ്, ഓണാഘോഷം പരിപാടികൾ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതാണ് ആ തുടക്കം. ദിലീഷാണ് ആഡ്. ഇപ്പം പിന്നീട് അങ്ങോട്ട് കുറച്ചുകൂടെ ആഡ് ഫിലിം എന്നുള്ള രീതിയിൽ കുറേ കാലം പ്രൊഡക്ഷനും ഡയറക്ഷനും ഒക്കെ രീതിയിൽ ഇത് ആസ് എ റവന്യൂ നമ്മളെ ഫോളോ ചെയ്യാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഫിലിം മേക്കിംഗ് എന്നുള്ള രീതിയിൽ ആഡ് ഭയങ്കര പാരലി ആണല്ലോ നിങ്ങൾ കൊണ്ടുപോയത്, സിനിമയും ഇതും കൂടെ. അത് ഭയങ്കര രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെക്നിക്കൽ വശങ്ങളായാലും. ഉറപ്പായിട്ടും എൻ്റെ ഫിലിം മേക്കിങ്ങിൽ എൻ്റെ ശക്തി എപ്പോഴും ആഡാണ്. ആഡിലേക്ക് ഞാൻ തിരിയുന്നത് 2010 ശരിക്കും. 2010 വരെ നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും പാഷൻ്റെ പുറത്ത് മാത്രമാണ്, റവന്യൂ ഒന്നുമില്ല. അത് റവന്യൂ ഇല്ലാത്ത പരിപാടികളാണ്. നമ്മൾ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് ചെയ്യുന്നു, എവിടെയൊക്കെയോ വരുന്നു. 2010 മുതൽ നമ്മൾ ശരിക്കും ഞാൻ ഫോക്കസ്ഡ് ആയിട്ട് പരസ്യം, കാരണം എൻ്റെ മനസ്സിൽ സിനിമയും പരസ്യവും പാരലായിട്ട് കൊണ്ടുപോകുന്ന ഒരു ഡയറക്ടർ എന്ന് പറയുന്ന ഒരു തോട്ടാണ് ഉണ്ടായിരുന്നത്, ഫിലിം മേക്കർ. എൻ്റെ റോൾ മോഡലായിട്ട് ഞാൻ മനസ്സിൽ പ്രതീക്ഷിച്ചിരിക്കുന്നത് പ്രിയദർശൻ സാറിനെയാണ്. കാരണം അദ്ദേഹം ഇത് രണ്ടും ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഞാനത് പരസ്യത്തിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഈ പരസ്യം ചെയ്യുന്ന ആൾക്കാരെ അറിയില്ല, പുറം ലോകം അറിയില്ല, പേരൊന്നും എങ്ങും വരുന്നില്ലല്ലോ. നമ്മൾ നമ്മുടെ യൂട്യൂബിലൊക്കെ ഇടാം, അങ്ങനെ അയച്ചു കൊടുക്കാതേ ഉള്ളൂ. അല്ലാണ്ട് ഇത് ചാനലിൽ വരും, തിയേറ്ററിൽ വരും, ഇതിങ്ങനെ പോകും. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് നമുക്ക് തരുന്നൊരു സ്പേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ പരീക്ഷിക്കാനും കുറേ എക്യുപ്മെൻറ്റുകൾ പരീക്ഷിക്കാനും ഒക്കെയുള്ള ധൈര്യം കിട്ടും, അവസരങ്ങൾ കിട്ടും. കാരണം നമ്മൾ ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഷൂട്ടാണ്, അല്ലെങ്കിൽ മാസത്തിൽ ഷൂട്ടാണ്. ഈ സിനിമയുടെ പോലെ പ്രഷർ സിറ്റുവേഷൻ അതെങ്ങനെയാണ്? അത് സിനിമയുടെ പോലത്തെ ഒരു പ്രഷർ ഒന്നുമില്ല. അഡ്വർടൈസ്മെൻറ്റിൽ നമുക്കുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഒരു 30 സെക്കൻഡിൽ മനോഹരമായൊരു കഥ പറഞ്ഞ് തീർക്കുക. ഞാൻ എൻ്റെ പരസ്യങ്ങളിൽ എപ്പോഴും കുറച്ച് ഒരു നാച്ചുറലായ കഥകൾ പറയാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആണ് എൻ്റെ പരസ്യങ്ങൾ നോക്കിയാൽ കൂടുതലും, അല്ലാതെ ഒരു ഗ്ലാമറസ് പരസ്യങ്ങളല്ല. എല്ലാത്തിനകത്തൊരു കോൺസെപ്റ്റ് വെച്ചിട്ടുള്ളൊരു പരിപാടിയാണ്, ഒരു സ്റ്റോറി ടെല്ലിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് സിനിമയിലേക്കുള്ള ഓരോരോ ട്രെയിലറുകളാണത്. അതെ, ലേണിംഗ് കൂടെ. അപ്പോൾ സിനിമയുടെ ഇതിലേക്ക് വരുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ നമുക്കൊരു 2 മണിക്കൂർ മിനിമം കിട്ടുന്ന ഒരു അത്രയും വലുപ്പത്തിൽ നമുക്ക് കഥ പറയാം. പക്ഷേ നമ്മൾ എടുക്കേണ്ടി വരുന്ന എഫേർട്ട്, സിനിമയുടെ എഫേർട്ട് വളരെ, ഞാൻ പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച പണി സിനിമയാണ് എന്ന് ഞാൻ പറയും. ഒരു സിനിമ ചെയ്യുക, സിനിമക്കാരനാകുക എന്ന് പറയുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച ഒരു ജോലിയെന്ന് ഞാൻ എൻ്റെ വൈഫിനോട് പറയാറുണ്ട്. കാരണം നമ്മൾ എടുക്കുന്ന അധ്വാനത്തിന് കണക്കില്ല, നമുക്ക് ഊണില്ല, ഉറക്കമില്ല, ദിവസങ്ങളുടെ കണക്കില്ല. ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് തുടങ്ങിയാൽ എത്രയോ നാളായിട്ട് ഇങ്ങനെ അതിൻ്റെ പിന്നാലെയാണ്. അത് അതിനോടൊരു ഇഷ്ടമുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇഷ്ടമുള്ളത് ചെയ്യുന്നത് കഷ്ടപ്പാടല്ല എന്നുള്ളൊരു ലെവലിലേക്ക് അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇത്രയും മാറ്റുനോറ്റ് കൊണ്ടുപോയി ഉണ്ടാക്കുന്ന ഒരു സൃഷ്ടിയാണ് ഒരു വെള്ളിയാഴ്ച വന്ന് റിലീസായി കഴിയുമ്പോഴത്തേക്കും നേരെ നമ്മുടെ എല്ലാവരും റിവ്യൂ പറയുമല്ലോ. എല്ലാവരും വന്നിട്ട് ഫസ്റ്റ് ഹാഫ് ശരിയായില്ല, സെക്കൻഡ് ഹാഫ് ശരിയായില്ല, അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ചവിട്ടി തേച്ച് കളയുന്നത്. പക്ഷെ അതൊരു അവസ്ഥയാണ്. ഇപ്പോൾ തുടക്കം തന്നെ പറഞ്ഞത് ഈ നമ്മുടെ ടീം എന്നുള്ള രീതിയിൽ ഒരു ടെക്നിക്കൽ ക്രൂവിനെ അങ്ങനെ ആ രീതിയിലും കൂടെ നിൽക്കുന്നതാണ്. ഇപ്പോൾ ആനന്ദ് വരുന്നു, ഇപ്പോൾ എഡിറ്ററായിട്ട് മാളവിക വരുന്നു. ഈ ടെക്നിക്കൽ ടീം അതും ഈ സിനിമയ്ക്ക് പുറമെ അതിന് മുന്നേ നിങ്ങൾ ഒരു ടീമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ, അങ്ങനെയാണോ ഈ ടെക്നിക്കൽ ടീമിനെ ഹയർ ചെയ്യുന്നത്? ഇപ്പം നമുക്ക് ഇതിൽ ക്യാമറ ചെയ്തിരിക്കുന്ന സാഗർ അയ്യപ്പൻ, സാഗറിൻ്റെ ഫസ്റ്റ് ഫിലിമാണിത്. ആക്ച്വലി പറഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്നൊരു മേജർ ഫിലിം എന്ന് പറയാം ഈ സിനിമ. സാഗർ എൻ്റെ കൂടെ അഡ്വർടൈസ്മെൻറ്റുകൾ കാലങ്ങളായിട്ട് ചെയ്യുന്ന ആളാണ്, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ സാഗർ അത് അഡ്വർടൈസ്മെൻറ്റിൻ്റെ മൂഡിലല്ല സിനിമ ചെയ്തിരിക്കുന്നത്, രണ്ട് പാറ്റേണിൽ തന്നെയാണ്. ഗംഭീരമായിട്ട് സാഗർ ചെയ്തിട്ടുണ്ട്. മാളവിക നമ്മൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആളാണ്, എൻ്റെ കൂടെ നേരത്തെ ഇല്ലായിരുന്നു. അതായത് ഇതിനകത്തൊരു സ്ത്രീപക്ഷം നമ്മൾ പറയുന്നത് കൊണ്ട്, സ്ത്രീപക്ഷ ചിന്തകൾ കൂടുതലുള്ളതുകൊണ്ട് അങ്ങനെ ഒരു വനിതാ എഡിറ്ററെ കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്നുള്ളൊരു തോന്നൽ വന്നിരുന്നു. അപ്പം നമുക്ക് ബീന പോൾ മാമിന് ശേഷം ഇവിടെ വേറെ വനിതാ എഡിറ്റർമാരില്ല, ആ രംഗത്തേക്ക് സത്യത്തിൽ ആരും വന്നിട്ടില്ല. മാളവിക ഉണ്ട്. മാളവിക ഇൻഡിപെൻഡൻ്റ് ചെയ്യുന്ന ഫസ്റ്റ് ഫിലിം ഇതാണ്. മധുര മനോഹര മോഹം ചെയ്തിട്ടുണ്ട്, അത് പക്ഷേ ഇതിന് ശേഷമാണ് അല്ല. അപ്പു പട്ടതിരി മാളവിക കോ എഡിറ്ററാണ്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാളവിക ഒരു ഫിലിം എഡിറ്റ് ചെയ്തിരിക്കുന്നത് വിശേഷമാണ്. പിന്നെ നമ്മുടെ കളറിസ്റ്റ് അഞ്ജന കായ് എന്ന് പറയും, അവരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്ന ഫസ്റ്റ് വർക്കാണ്, അതും ഒരു ലേഡിയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് ഇതിനകത്ത്. വിശേഷത്തിന് ശേഷം നെക്സ്റ്റ് പ്ലാൻസ് എന്നുള്ള രീതിയിൽ ഇപ്പം തന്നെ അങ്ങനെ മനസ്സിലുണ്ട്. വേറെ പ്രൊജക്റ്റുകൾ പലതും മനസ്സിലുണ്ട്.
അപ്പോൾ അതൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ പ്രേക്ഷകരുടെ വലിയ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും നമുക്ക് ധൈര്യം തരുന്നത്, ഫ്യൂവല് തരുന്നത് പ്രേക്ഷകരാണ്. തിയേറ്റർ എന്നുള്ളൊരു പ്രേക്ഷകർ വിചാരിക്കാണ്ട് ഒരു കാര്യവും സംഭവിക്കില്ല. ഒരു ഫിലിം മേക്കറെയും വളർത്താനും പ്രേക്ഷകർക്ക് പറ്റും, തളർത്താനും പറ്റും. അപ്പോൾ പ്രേക്ഷകർ തരുന്ന ഒരു എനർജി ഏത് ലെവലിലാണെന്നുള്ളങ്ങനെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. അപ്പോൾ എല്ലാവിധ ആശംസകളും ഇനിയുള്ള ജേണിക്ക്. വിശേഷം നല്ല രീതിയിൽ നല്ല റിവ്യൂസ് ഇപ്പം തന്നെ വരുന്നുണ്ട്, വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടെ. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു.